ഹായ് ഡിയേഴ്സ്, റിനൂസ് ഡയറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് തേങ്ങ വെച്ച് 4 വെറൈറ്റി ചമ്മന്തികളാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ. 4 ചമ്മന്തികളും വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. ആദ്യം തൈരും തേങ്ങയും വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് 1 പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൽ വ്യത്യാസം വരുത്താം. ഞാൻ 1 മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറിയ കഷ്ണം എടുത്താൽ മതി, അത് കൂടണ്ട. പിന്നെ എടുത്തിട്ടുള്ളത് തൈരാണ്. ആദ്യം നമുക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചാണ് തൈര് ചേർക്കേണ്ടത്. ചില തൈര് നല്ല പുളി ഉണ്ടാവും. പുളി ഇഷ്ടമില്ലാത്തവര് കുറച്ച് തൈര് ചേർത്താൽ മതി. 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തൈര് ചേർത്ത തേങ്ങാ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. അടുത്ത ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിന് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ എടുത്തിട്ടുള്ളത് 6 ചുവന്നുള്ളിയാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കടുക്, കറിവേപ്പിൻ്റെ ഇല. നിങ്ങൾ തയ്യാറാക്കാൻ നോക്കാം. ഈ തേങ്ങയും ചുവന്നുള്ളിയും പാകത്തിന് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് വരാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത ചമ്മന്തി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് ചൂടായി വന്നാല് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചമ്മന്തികളാണ്. അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് ചെള്ളിയും മാങ്ങയും വെച്ചിട്ട് ഒരു തേങ്ങാ ചമ്മന്തിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ചെള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വറുത്തെടുക്കണം. എണ്ണ ഒഴിച്ചിട്ടല്ല, എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണത്തിൽ മാങ്ങ, പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ ഈ മുളകാണ്. ഇത് 4 മുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുണ്ട്. ഇതിന് പകരം ചുവന്ന മുളക് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഏത് മുളകും ചേർക്കാം. ഞാനിവിടെ ഇത് എടുത്തുന്നേ ഉള്ളൂ. പാകത്തിന് ഉപ്പും. ചെള്ളി വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെള്ളി ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ. ഇത് മുഴുവനായിട്ട് നമ്മൾ ആ ചമ്മന്തിയിൽ ചേർത്ത് കൊടുക്കണില്ല. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് പൊടിച്ചതിന് ശേഷം
ചമ്മന്തിയുടെ ടേസ്റ്റിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ പൊടിയാണ് ചെയ്യുക. ഇങ്ങനെ ചതയാതെ ഇങ്ങനെ പൊട്ടിപ്പോരും. അതാണ് ഇതിൻ്റെ പരുവം. ഇതാ ഇങ്ങനെ ചതയാൻ പാടില്ല. നമുക്കിനി ഇതൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം, അല്ലാതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ്. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇതൊന്നും എടുക്കേണ്ടതൊക്കെ ഒഴിവാക്കാം. ഇതാ ചെള്ളി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അതേ മിക്സിയിലോട്ട് തന്നെ പച്ചമുളകും മാങ്ങയും ആദ്യം ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്ത് വരാം. അതിന് ശേഷം തേങ്ങ ചേർത്തടിച്ചു കൊടുത്താൽ മതി. മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെള്ളി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം, പിന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് അടിക്കുന്ന ടൈമിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെള്ളി മാങ്ങ ഇട്ടിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടുത്ത ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ: അരക്കപ്പ് തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 5 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്, 4 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ എടുത്തിന്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലെ പുളി എടുത്തിട്ടുണ്ട്. പുളി ആവശ്യമുള്ളവർക്ക് ചേർക്കാം, പുളി ഇല്ലാതെ ചമ്മന്തി തയ്യാറാക്കാം. പിന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ ഇൻഗ്രീഡിയന്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളിയും ചുവന്നമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശമായി വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇത് അടിച്ചെടുത്ത സമയത്ത് ഞാൻ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. 4 വെറൈറ്റി ടൈപ്പിലുള്ള ചമ്മന്തികൾ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. പുതിയൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം.